ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇന്നലെ. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ മൾട്ടിപ്പിൾ ആംഗിൾ അതുപോലെ സബ് മൾട്ടിപ്പിൾ ആംഗിളൊക്കെ അതിൻ്റെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇന്നലെ ചെയ്തായിരുന്നു. നമ്മളിനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് cos 4 theta equal to 1 minus 8 sin square theta into cos square theta. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? ഈ കോസ് 4 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, കോസ് 4 തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആക്കാൻ തന്നിട്ടൊന്നുമില്ല. ഇപ്പം കോസ് തീറ്റ തന്നിട്ടുണ്ട്, അതുപോലെ കോസ് 2 തീറ്റ അങ്ങനെയുള്ള ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്. അല്ലാതെ ഈ എന്താ പറയുക, കോസ് 4 തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ, കോസ് തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. കോസ് 4 തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയില്ല. പക്ഷേ കോസ് തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റയാണെന്നറിയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ, ഇത് ഇക്വേഷനാണ്. അങ്ങനെയെങ്കിൽ കോസ് 4 തീറ്റ എന്ത് വരും? ഈ തീറ്റയുടെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു തീറ്റയുടെ പ്ലേസ് നമ്മൾ 4 തീറ്റ കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റുകയാണ്. തീറ്റയുടെ പ്ലേസിൽ നമ്മൾ 4 തീറ്റ കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കാം. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വരും? 1 മൈനസ് കോസ് 4 തീറ്റ, തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ കൊടുക്കുകയാണ്. കണ്ടോ? 4 തീറ്റ കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 2 സൈൻ സ്ക്വയർ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ് എന്ത്? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്ക് എന്താ, ഈ തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ അല്ലേ വരേണ്ടത്? എന്ന് വെച്ചാൽ എന്താ? നമുക്കിവിടെ 4 തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റയാണ് വരേണ്ടത്. അങ്ങനെയെങ്കിൽ നോക്കിയേ, സൈൻ 2 തീറ്റ ഹോൾ സ്ക്വയർ അല്ലേ വരിക? സൈൻ 2 തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതല്ലേ വരിക? കാരണം അപ്പോഴാണ് എന്ത് വരുന്നത്? ഈ 2 തീറ്റ എന്താകും? 4 തീറ്റ ആകുന്നത് അപ്പോഴല്ലേ? തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ അല്ലേ വരേണ്ടത്? അപ്പം തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ ആവണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നോക്കി, 1 2 സൈൻ സ്ക്വയർ തീറ്റ, ഈ ഒരു ഇക്വേഷനാണ് നോക്കേണ്ടത്. അപ്പം അവിടെ എന്ത് വരും? ഈ തീറ്റയുടെ ഇവിടെ നമുക്ക് 4 തീറ്റയാണ് അവിടെ വരേണ്ടത്. തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ വരാൻ വേണ്ടി ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ 2 തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. കാരണം ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ 2 തീറ്റ വന്നത്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ ഇല്ല എങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുക? 4 തീറ്റ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ കൊടുത്തേനെ. അപ്പം ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 തീറ്റ എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ 2 സൈൻ സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഇക്വേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ കോസ് 4 തീറ്റ എന്ത് കൊടുത്ത്? കോസ് 4 തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ 2 തീറ്റ ബ്രാക്കറ്റ് കിട്ടും. കാരണം ഇവിടെ 2 തീറ്റ വരാൻ കാരണം ഇവിടെ സ്ക്വയർ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ 4 തീറ്റയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മൾ 2 തീറ്റ, കാരണം 2ൻ്റെ സ്ക്വയർ അല്ലേ 4 വരുന്നത്. അപ്പോൾ 2 തീറ്റ, കാരണം 2 തീറ്റ ഹോൾ സ്ക്വയറും കൂടി സൈൻ സ്ക്വയറിനകത്ത് വരും. അപ്പോൾ ഇത് ശരിക്കും ഇതെന്താ? 2 സൈൻ സ്ക്വയർ 4 തീറ്റ എന്നുള്ള ടൈമിൽ തന്നെയാണ്. അപ്പോൾ അവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ 2 തീറ്റ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 2 തീറ്റ വരുമ്പോൾ എന്താ? 2 തീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ള ടൈമിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ 4 തീറ്റ തന്നെ, 2ൻ്റെ സ്ക്വയർ 4 തന്നെ അവിടെ വന്നോളും. ഓക്കെ, ഇപ്പോൾ നോക്കി എന്ത് വന്നു? 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞ് വന്നു ഇല്ലേ? നോക്കിയേ, കോസ് തീറ്റയിൽ നമ്മൾ കോസ് 4 തീറ്റ കണ്ടുപിടിച്ചു. കോസ് 4 തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നോക്കിയേ, ഇവിടെ ഈക്വൽ ടു എന്ത് കൊടുക്കാം? 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2 തീറ്റ അല്ലേ? അപ്പം നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു എക്സ് അല്ലേ? അതുപോലെ സൈൻ സ്ക്വയർ എന്താ? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കിയേ, സൈൻ സ്ക്വയർ 2 തീറ്റയല്ല. അപ്പം ഇവിടെ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് ഇത് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ സൈൻ സ്ക്വയർ 2 തീറ്റ എന്ത് വരും? സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ അല്ലേ? ഈ സൈൻ സ്ക്വയർ 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞത്. സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ തീറ്റ തന്നെയാണ് അല്ലേ? കാരണം നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു എക്സിന് നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈൻ സ്ക്വയർ 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ സൈൻ സ്ക്വയർ 2 തീറ്റനെ മാറ്റി 1 മൈനസ് 2 സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് കോസ് 4 തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? 1 മൈനസ് 2 സൈൻ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ കിട്ടി. ഇത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 2 ഇൻറ്റു
ഇവിടെ നോക്കിയാൽ ഈ ഒരു സൈൻ ടു തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കുറച്ച് ഇക്വേഷനൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം അതിലെ സൈൻ ടു തീറ്റയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ കുറേ 2-3 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. 2 tan θ ബൈ 1 + tan സ്ക്വയർ തീറ്റ ഉണ്ടായിരുന്നു. അതുപോലെ 2 sin θ ഇൻറ്റു കോസ് തീറ്റ, ഈ കുറച്ച് ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. നമ്മളിവിടെ സൈൻ ടു തീറ്റയ്ക്ക് എന്ത് കൊടുക്കുകയാണ്? 2 sin θ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ ഒരു സൈൻ ടു തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുത്തു? 2 sin θ ഇൻറ്റു കോസ് തീറ്റ കൊടുത്തു. ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സൈൻ ടു തീറ്റ ഇല്ല, അതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 2 sin θ കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഈ 2 സൈൻ ടു തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? 2 sin θ കോസ് തീറ്റ ഇൻറ്റു 2 sin θ കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നോക്കിയേ 1 - 2, ആ 2 പുറത്ത് അതുപോലെ തന്നെ ഇട്ടു. ഈ ഒരു 2 നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 നമ്മൾ അതുപോലെ തന്നെ ഇട്ടു. ബാക്കി ഈ സൈൻ ടു തീറ്റയാണ് എന്ത്? ഈ 2 sin θ കോസ് തീറ്റ എന്ന് പറയുന്നത്. അതുപോലെ ഈ സൈൻ ടു തീറ്റയാണ് എന്ത്? 2 sin θ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇനി എന്ത് വരും? ഈക്വൽ ടു 1 - 2 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ നോക്കിയേ 2 sin θ കോസ് തീറ്റ, അതുപോലെ ഇവിടെ ഒരു 2 sin θ കോസ് തീറ്റ. ഈ 2ഉം ഈ 2ഉം കൂടി എന്താവും? 4 ആവില്ലേ? കാരണം 2 × 2 എന്താ? 4 ആണ്. ഇൻറ്റു ഇവിടെ ഒരു സൈൻ തീറ്റയുണ്ട്, ഇവിടെ അതുപോലെ ഒരു സൈൻ തീറ്റയുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താ? അപ്പം എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ അല്ലേ? അതുപോലെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ വരും. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ വരും. ഇൻറ്റു അതുപോലെ ഇവിടെ ഒരു കോസ് തീറ്റയുണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റയുണ്ട്. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? നോക്കിയേ 1 - 2 ഇൻറ്റു 4 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ, ഇവിടെ ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് ഇവിടെ നോക്കി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 × 4 എത്ര? 8 അല്ലേ? 8. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ എന്താ ഉള്ളത്? കോസ് സ്ക്വയർ തീറ്റ. ഇനി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? കോസ് 4 തീറ്റ ഈക്വൾ ടു എന്ത് കിട്ടി? 1 - 8 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ അല്ലേ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? കോസ് 4 തീറ്റ ഈക്വൾ ടു 1 - 8 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ അല്ലേ? നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് എന്ത് ചെയ്യുക? കോസ് തീറ്റയ്ക്ക് ഇക്വേഷൻ കൊടുക്കുക. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 - 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. ആ തീറ്റയുടെ പ്ലേസ് നമ്മളൊന്ന് 4 തീറ്റ ആക്കുക. ആ ഇക്വേഷൻ നമ്മളൊന്ന് തീറ്റയുടെ പ്ലേസിൽ 4 തീറ്റ ആക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇക്വേഷനൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് 1 - 8 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് 2 tan 10 + tan 40 = tan 50. നമുക്ക് 2 tan 10 + tan 40 = tan 50 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത് നമുക്കിത് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്താ ഒരു കൺസിഡർ ചെയ്യുകയാണ്. എന്ത്? tan 50. അപ്പോൾ ഇതിലൊന്നും ഈ ക്വസ്റ്റിനൊന്നും ഇല്ലാത്ത ടൈമാണ്, ക്വസ്റ്റിനൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മളല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. എന്ത്? tan 50 - 40. നമ്മുടെ ക്വസ്റ്റ് ഇതില്ല, ഇവിടെ തന്നിട്ടില്ല. നമുക്ക് 2 tan 10 + tan 40 = tan 50 ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്ത്? tan 50 - 40 ജസ്റ്റ് നമ്മൾ എടുക്കുവാണ്. നമ്മൾ അങ്ങനെ വെറുതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ tan 50 - 40 എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം tan 50 - 40 എന്താ? ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? tan A - B എന്നുള്ള ഫോമിലല്ലേ? കാരണം ഇവിടെ A എന്ന് പറയുന്നതാണ് ഇത് 50 വരുന്നത്, അതുപോലെ B എന്ന് പറയുന്നതാണ് ഇത് 40 ഉള്ളത്. ആൻസറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ tan 50 - 40 എന്ന് പറഞ്ഞ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കി, ഇത് tan A - B എന്നുള്ള ഫോമിലല്ലേ? A എന്ന് പറഞ്ഞാൽ 50, B എന്ന് പറഞ്ഞാൽ 40. tan A - Bയുടെ ഇക്വേഷൻ എന്താ? tan A എന്താണ് ഇവിടെ? 50 അല്ലേ? tan A - tan B എന്ന് പറഞ്ഞാൽ 40 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1 + tan A ഇൻറ്റു tan B അല്ലേ? A എന്ന് പറഞ്ഞാൽ 50യും B എന്ന് പറഞ്ഞാൽ 40യാണ്. അപ്പോൾ നമ്മൾ tan A - Bയുടെ ഇക്വേഷൻ കൊടുത്ത് എന്ത് വരും? നമുക്ക് tan 50 - tan 40 നമ്മൾ tan A - tan B ഹോൾ ഡിവൈഡഡ് ബൈ 1 + tan A ഇൻറ്റു tan 50 ഇൻറ്റു tan 40 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മളെന്ത് ചെയ്യുക? ഇവിടെ എന്ത് വരും? tan 50 - 40 അപ്പോൾ tan നോക്കിയേ 50 - 40 50 - 40 എത്രയാണ്? 10 അല്ലേ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ tan 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ 50 - 40 നമ്മൾ 50 - 40 എന്ന് പറഞ്ഞാൽ എത്രയല്ലേ? 10 അല്ലേ? അപ്പം അവിടെ നമ്മൾ tan 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഈക്വൽ ടു ന്യൂമറേറ്റർ അതുപോലെ എഴുതി tan 50 - tan 40 ഡിവൈഡഡ് ബൈ 1 + ആ tan 50 ഒക്കെ അതുപോലെ എഴുതി 1 + tan 50 ഇൻറ്റു ഈ ഒരു tan 40 കണ്ടോ?
ഈ ഒരു ടാൻ 40 നമ്മൾ മാറ്റുകയാണ്. ടാൻ 40ക്ക് നമുക്ക് ആ 40ക്ക് നമ്മൾ എങ്ങനെ എടുക്കാം, ടാൻ അതുപോലെ എഴുതി ടാൻ 40ക്ക് നമുക്ക് എങ്ങനെ എടുക്കാം, 90 - 50 അല്ലേ നമ്മുടെ 40 എന്ന് പറയുന്നത്. അപ്പം 90 - 50 നമ്മുടെ 40 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ 40ക്ക് നമ്മൾ 90 - 50 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ടാൻ 10 ഈക്വൽ എന്ത് കിട്ടി, ടാൻ 50 - ടാൻ 40 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 50 ഇൻറ്റു ടാൻ 90 - 50. ആ ടാൻ 40നെയാണ് നമ്മൾ അടുത്ത ഈ സ്റ്റെപ്പിൽ മാറ്റിയേക്കുന്നത്. 40ന് നമ്മൾ എന്ത് ചെയ്തു, 90 - 50 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് വരും, ഈക്വൽ ഇംപ്ലൈസ് എന്ത് വരും, ടാൻ 10 ഈക്വൽ ടു ടാൻ 10 അതുപോലെ ഇട്ടു. നമ്മളോട് ഈക്വൽ ടു വന്നിട്ടാൽ മതി. ഇവിടെ ടാൻ 10 തന്നെയാണ്. എന്ത് വരും, ടാൻ 50 - ടാൻ 40. ന്യൂമറേറ്റർ നമ്മൾ അതുപോലെ എഴുതി, ടാൻ 50 - ടാൻ 40 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, 1 പ്ലസ് ടാൻ 50 ഇൻറ്റു ഇത് നോക്കി നമ്മുടെ കഴിഞ്ഞ നമ്മൾ മൊഡ്യൂൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ മറ്റേ റിലേറ്റഡ് ആംഗിൾസിൻ്റെ ഇക്വേഷൻ തന്നത് പറഞ്ഞായിരുന്നു. ടാൻ 90 - തീറ്റ എന്താ, ടാൻ 90 - തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോട്ട് തീറ്റയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 50 അല്ല. അപ്പോൾ എന്ത് വരും, ടാൻ 90 - 50 എന്ത് വരും, കോട്ട് 50 എന്ന് പറഞ്ഞ് വരും. കാരണം ടാൻ 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പം ഇവിടെ ടാൻ 90 - 50 എന്ന് വരും, കോട്ട് 50 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ടാൻ 90 - 50 എന്ത് വരും, കോട്ട് 50 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ ഈ ടാൻ 10 ഒക്കെ അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു എന്ത് വരും, ന്യൂമറേറ്റർ എന്താ, ടാൻ 50 - ടാൻ 40 അതുപോലെ കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 50 ഇൻറ്റു ഇത് നോക്കിയേ, ഇവിടെ കോട്ട് 50 ഇല്ലേ. ഇപ്പം നമുക്കറിയാം എന്താ, ടാൻ എന്ന് പറഞ്ഞാൽ എന്താ, 1 കോട്ട് അല്ലേ. ടാൻ എന്ന് പറഞ്ഞാൽ 1 കോട്ടാണ്. അതുപോലെ കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോട്ട് ഈക്വൽ ടു 1 ടാൻ തീറ്റയാണല്ലേ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ടാൻ തീറ്റ അല്ലേ. അപ്പം ഇവിടെ ഈ കോട്ട് 50 നമുക്ക് എന്ത് കൊടുക്കാം, 1 ടാൻ 50 എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. ഇവിടെയുള്ള ഈ ഒരു കോട്ട് 50, കാരണം കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1 ടാൻ ആണ്. കോട്ട് 50 എന്ത് വരും, 1 ടാൻ 50 എന്ന് പറഞ്ഞ് കിട്ടും ഇല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ടാൻ 50 ഇൻറ്റു നോക്കിയാൽ ടാൻ 50 ഇൻറ്റു 1 ടാൻ 50 അല്ലേ. ഈ ടാൻ 50 കട്ട് ചെയ്ത് പോകും, ഈ ടാൻ 50 കട്ട് ചെയ്ത് പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, ഈ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഡിനോമിനേറ്റർ എന്ത് വരും, 1 പ്ലസ് 1 എന്ന് പറഞ്ഞ് കിട്ടും. ന്യൂമറേറ്റർ ഒക്കെ അതുപോലെ ഇരിക്കും. ഈ ഒരു ടാൻ 50യും 2 ടാൻ 50യും കൂടി കട്ടായി പോകും. അപ്പോൾ എന്ത് വരും, ടാൻ 50 - ടാൻ 40 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്ന് വരും. കാരണം അവിടെ 1 പ്ലസ് 1 വരാൻ കാരണം എന്താ, ഇവിടെ ആ ഒരു ടാൻ 50 ഇൻറ്റു 1 ആ കോട്ട് 50 നമ്മൾ എന്ത് കൊടുത്തു, 1 ടാൻ 50 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം ഈ 150യും ഈ 50യും കൂടി കട്ട് ചെയ്യും, ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 1 ആണ്. ഈ 1 ആണ് എന്ത്, ഈ സെക്കൻഡ് 1 കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, ആ അടുത്ത സ്റ്റെപ്പിൽ താഴത്തെ ഡിനോമിനേറ്ററിലെ 1 പ്ലസ് 1 എന്താ, 2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലാസ്റ്റ് ടാൻ 10 ഈക്വൽ ടു എന്ത് വരും, ടാൻ 50 - ടാൻ 40 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഒരു 2 അല്ലേ, ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും, ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിലേക്ക് വരില്ലേ. അപ്പോൾ എന്ത് വരും, 2 ടാൻ 10 ഈക്വൽ ടു എന്ത് വരും, ടാൻ 50 മൈനസ് ടാൻ 10 എന്ന് പറഞ്ഞ് വരും അല്ലേ. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ടെമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കി ഇവിടെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ ലെഫ്റ്റ് സൈഡ് എന്ത് വരും, 2 ടാൻ 10 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി റൈറ്റ് സൈഡ് എന്ത് വരും, ടാൻ 50 മൈനസ് ടാൻ 40 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, എന്ത് വരും, 2 ടാൻ 10 ഈക്വൽ ടു ടാൻ 50 മൈനസ് ടാൻ 40. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2 ടാൻ 10 പ്ലസ് ടാൻ 40 ഈക്വൽ ടു ടാൻ 50 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിയേ, ഒരു ഏറെക്കുറെ നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലാസ്റ്റ് ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എന്ത് വരും, ഇപ്പോൾ നമുക്ക് ഈ ടാൻ 50നെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാൻ 50നെ അവിടെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മൈനസ് ടാൻ 40നെ എങ്ങോട്ട് കൊണ്ടുപോകാം, നമ്മൾ മൈനസ് ടാൻ 40നെ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 2 ടാൻ 10 ഇവിടുത്തെ മൈനസ് ടാൻ 40 ഈക്വൽ ടുവിന് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, പ്ലസ് ആവില്ലേ, പ്ലസ് ടാൻ 40 ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, ഈ ടാൻ 40 മാത്രമല്ലേ ഉള്ളത്, ഈക്വൽ ടു ടാൻ 50 മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാൻ 50 എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പോൾ നോക്കി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടിയില്ലേ, പ്രൂവ് ചെയ്യാനുള്ളത് 2 ടാൻ 10 പ്ലസ് ടാൻ 40 ഈക്വൽ ടാൻ 50 അല്ലേ. അതിൽ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് ടാൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ടാൻ 50 മൈനസ് 40 എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാണ്. അതിനെ ടാൻ a മൈനസ് ബി എന്നുള്ള ഫോമിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടാൻ 40നെ നമ്മൾ ഒന്ന് മാറ്റി നമ്മുടെ റിലേറ്റഡ് ആംഗിൾസിൻ്റെ ഇക്വേഷനൊക്കെ കൊടുത്ത് നമ്മളതിനെ ഒന്നുകൂടി സോൾവ് ചെയ്ത് ചെറുതാക്കിയിട്ടൊക്കെ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മളിവിടെ എത്തുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ളൊരു വേറെ കൊടുത്ത് ഇപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റിനും.
എന്താ പ്രൂവ് ദാറ്റ് 1 പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ 2 തീറ്റ ഈക്വൽ ടു സീക്ക് 2 തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാൻ തീറ്റയുടെ ടേമും വേണം, അതുപോലെ ഒരു ടാൻ 2 തീറ്റ, അതുപോലെ സീക്ക് 2, അങ്ങനെ ഒരു തീറ്റയുടെ ടേമും വേണം, ഒരു 2 തീറ്റയുടെ ടേമും വേണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പ്രോബ്ലത്തിൽ നമുക്കൊരു 40 വേണം 50 വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ടാൻ 50 മൈനസ് 40, കാരണം അതിൽ ആ പ്രോബ്ലത്തിൽ നമുക്ക് 50യുടെ ടേമോ അതുപോലെ 40യുടെ ടേമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടാൻ 50 മൈനസ് 40 എന്ന് പറഞ്ഞ് എടുത്തു. ഇവിടെ നമുക്കൊരു 2 തീറ്റയുടെ ടേമും വേണം, അതുപോലെ തീറ്റയുടെ ടേമൊക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ടാൻ 2 തീറ്റ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാണ്. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ടാൻ 2 തീറ്റ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ടാൻ എ മൈനസ് ബി എന്നുള്ള ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ടാൻ എ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താ 2 തീറ്റയാണ്, ഈ ഒരു ഇതിൽ എ എന്ന് പറഞ്ഞാൽ 2 തീറ്റയും അതുപോലെ ബി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പോൾ എന്ത് വരും, ടാൻ എ മൈനസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ടാൻ എ മൈനസ് ബി എന്നുള്ള ഇക്വേഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും, ഇവിടെ 2 തീറ്റ മൈനസ് തീറ്റ എന്താ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ. അപ്പോൾ 2 തീറ്റ മൈനസ് തീറ്റ എന്ത് വരും, ഒരു തീറ്റ, 2 തീറ്റയിൽ നിന്ന് ഒരു തീറ്റ പോയാൽ എത്രയാണ്, വെറും ഒരു തീറ്റയല്ലേ ഉള്ളൂ. അപ്പോൾ 2 തീറ്റ മൈനസ് തീറ്റ എന്ത് വരും, തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ത് വരും, ടാൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി എന്ത് വരും, ടാൻ തീറ്റ ഈക്വൽ ടു ന്യൂമറേറ്റർ എന്താ, സോറി റൈറ്റ് സൈഡ് അതുപോലെ എഴുതി ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മുടെ റൈറ്റ് സൈഡ് അതുപോലെ തന്നെ കിട്ടി. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ആ 2 തീറ്റ മൈനസ് തീറ്റ എന്ത് വരും, ടാൻ തീറ്റ ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്കി നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഇക്വേഷൻ നോക്കാം. ഇതിൽ ഈ 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിന് എന്താ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഈ കിടക്കുന്ന ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ടൈം എന്താ ന്യൂമറേറ്റർ ആയിട്ട് വരില്ലേ. അപ്പം ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും, 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഈ ഡിനോമിനേറ്ററാണ് ഈ കിടക്കുന്നത്. ഈ ഡിനോമിനേറ്റർ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ ഇൻറ്റു ഇവിടെയുള്ള ബാക്കി ഇവിടെ ഒരു ടാൻ തീറ്റ, ഈ ഒരു ടാൻ തീറ്റ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ടാൻ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, ടാൻ 2 തീറ്റ, ബാക്കി ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ടാൻ 2 തീറ്റ മൈനസ് തീറ്റ മാത്രം, ടാൻ തീറ്റ മാത്രമേ എന്ത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത്. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റനെ നമ്മൾ എന്ത് ചെയ്യാം, ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. നോക്കിയേ, നമ്മൾ കൊണ്ടുപോയതാണ് 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. പിന്നെ അവിടെ ഓൾറെഡി കിടക്കുന്ന ടാൻ തീറ്റ നമ്മൾ പുറത്തിട്ടു. ഈക്വൽ ടു എന്ത് വരും, നമ്മുടെ റൈറ്റ് സൈഡിൽ ബാക്കി ന്യൂമറേറ്റർ മാത്രമേ വരികയുള്ളൂ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഈ ലെഫ്റ്റ് സൈഡ് ഇപ്പം ഈക്വൽ ടു ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു ഈ ടാൻ തീറ്റ ഇല്ലേ, ഈ ടാൻ തീറ്റനെ നമ്മൾ ഈക്വൽ ടു എന്താ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, ഡിനോമിനേറ്ററിലേക്കായി വരും. എന്ന് വെച്ചാൽ 1 പ്ലസ് ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ വരും, ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഇനി ഈ ടാൻ തീറ്റ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, റൈറ്റ് സൈഡിലെ ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഈ ഒരു ടാൻ തീറ്റ, ഈ ഒരു ടാൻ തീറ്റ എന്തോ ഡിവൈഡഡ് ബൈ ആയിട്ട് ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. കണ്ടോ, 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ 2 തീറ്റ കിട്ടും. നമ്മളിവിടെ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലം ഫസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേമിന് എന്ത് ചെയ്യും, ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്കും, ഫസ്റ്റ് താഴത്തെ ടേമിന് ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുപോയി ഈ ടാൻ തീറ്റന് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അത്രയും ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത്, ലെഫ്റ്റ് സൈഡ് അതുപോലെ നിർത്തി, ഈ ഒരു ടൈം നമ്മൾ അതുപോലെ നിർത്തി. ഇനി റൈറ്റ് സൈഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കിയാൽ ഈ ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റയ്ക്ക് കോമൺ ആണ് എന്താ, ഈ ഒരു ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെപ്പറേറ്റ് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ ടാൻ 2 തീറ്റയ്ക്കും ഈ ടാൻ തീറ്റയുണ്ട്, അതുപോലെ ഈ ഒരു ടാൻ തീറ്റയ്ക്കും ഈ ഒരു ടാൻ തീറ്റയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുകയാണ്. എന്ത് വരും, ടാൻ 2 തീറ്റ ബൈ ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ അല്ലേ, ടാൻ 2 തീറ്റ ബൈ ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ. ഇപ്പം നോക്കിയാൽ ഇവിടെയും ടാൻ തീറ്റ ഇവിടെയും ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ എന്ത് വരും, 1 അല്ലേ വരും, കാരണം 1/1 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അങ്ങനെ ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ എന്ത് വരും, 1 എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാറ്റിയതാണ്. ഇവിടുത്തെ ടാൻ തീറ്റ ബൈ ടാൻ തീറ്റയാണ് എന്ത്, ഇവിടുത്തെ ഈ 1 ആയി കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു ടാൻ തീറ്റ ബൈ ടാൻ തീറ്റയാണ് ഈ ഒരു 1 എന്ന് പറഞ്ഞത് കിട്ടി. നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ നിർത്തി. ഇനി റൈറ്റ് സൈഡാണ് നോക്കി, ടാൻ 2 തീറ്റ. അപ്പോൾ നമുക്കറിയാം ടാൻ 2 തീറ്റയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ടാൻ 2 തീറ്റയ്ക്ക് ഇക്വേഷൻ എന്തായിരുന്നു, 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാൻ 2 തീറ്റയ്ക്ക്, ഈ ഒരു ടാൻ 2 തീറ്റയ്ക്ക് നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. എന്ത് വരും, 2 ടാൻ തീറ്റ ബൈ ഇവിടെ എഴുതാം
എന്ത് വരും? ഇവിടെ നോക്കിയേ, 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ടാൻ 2 തീറ്റയുടെ ഇക്വേഷനാണിത്. 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ളത്. പിന്നെ ഈ ടാൻ തീറ്റ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഈ ഒരു ടാൻ തീറ്റ അത് നമ്മൾ അതുപോലെ എഴുതി ടാൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. ഈ ഒരു -1 നമ്മൾ അതുപോലെ കൊടുത്തു. നമ്മൾ ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ 2 തീറ്റയ്ക്ക് നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കുകയാണ്. ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയേ, ഇത് ഏത് ഫോമുല? ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഇതല്ലേ നമ്മുടെ ഈ ഒരു 2 tan തീറ്റ ബൈ ഈ ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ നമുക്കറിയാം ഇതെന്താ? ഈ ടാൻ തീറ്റ ഇവിടെ നമ്മളെന്താ ഒരു ബൈ 1 എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിയില്ല. എന്ത് വരും അവിടെ ചെയ്യുമ്പം? 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ എന്താ ടാൻ തീറ്റ ബൈ 1 അല്ലേ? ടാൻ തീറ്റ ബൈ 1 എന്ത് വരും? 1 ബൈ ടാൻ തീറ്റ. ആ ഒരു ഫോമിലേക്ക് വരില്ലേ? കാരണം താഴത്തെ ഒരു അതിൻ്റെ റെസിപ്രോക്കൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു ഫ്രാക്ഷനാണെങ്കിൽ നമ്മളതിന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നു ബേസിക്സ് ക്ലാസ്സിൽ. അപ്പം ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡൊക്കെ അതുപോലെ തന്നെ എഴുതി, റൈറ്റ് സൈഡിലാണ് മാറ്റമുള്ളത്. ആ 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആ താഴെ കിടക്കുന്ന ടാൻ തീറ്റ നമ്മൾ എന്ത് തോന്നുന്നു? 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ -1 നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നോക്കിയേ, ഇവിടെ ഒരു ടാൻ തീറ്റയുണ്ട്, ഇവിടെ ഒരു ടാൻ തീറ്റയുണ്ട്. അപ്പം ഈ ഒരു 2 ടാൻ തീറ്റയും കൂടി നമ്മൾ എന്താണ്? കട്ടാക്കി കളയാണ്. ഈ ഒരു ടാൻ തീറ്റയും പോകും, അതുപോലെ ഈ ഒരു ടാൻ തീറ്റയും പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്? 2 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ -1 അല്ലേ? കാരണം ന്യൂമറേറ്റർ ടാൻ തീറ്റയും ഡിനോമിനേറ്റർ ടാൻ തീറ്റയും കട്ടായി പോവുകയാണ്. ബാക്കി അവിടെ ഉള്ളത് 2 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ -1 ആണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ, ഇപ്പോൾ നമുക്ക് ക്രോസ് ഇവിടെ 2 ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ നിർത്തുവാണ്. റൈറ്റ് സൈഡ് നോക്കിയാൽ 2, കാരണം ലെഫ്റ്റ് സൈഡ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ക്വസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ തന്നെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയി. ഇനി ലാസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡാണ് ക്ലിയർ ആവാനുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സീക്ക് 2 തീറ്റ എന്നല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇനി ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. റൈറ്റ് സൈഡ് നമ്മൾ സീക്ക് 2 തീറ്റയിലേക്ക് എത്തിച്ചാൽ മതി. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മളിവിടെ 2 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ -1 അല്ലേ? നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 1 ബൈ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്ത് വരും? 2 ഇൻറ്റു 1, ഇവിടെ മൈനസ് അല്ലേ? -1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 2 മൈനസ്, കാരണം 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. -1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 എന്ത് വരും? അതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 2 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ -1 ബൈ 1 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. 2 ഇൻറ്റു 1 എന്ത് വരും? 2. പിന്നെ ഇവിടുത്തെ മൈനസ് ആണ്, മൈനസ് ഇട്ടു. എന്ത് വരും? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 എന്ത് വരും? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 എന്താ? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അത് തന്നെയല്ലേ ഇവിടെ വന്നേക്ക് നോക്കിയേ, 2 മൈനസ് 1. ഈ ഒരു സ്റ്റെപ്പ് തന്നെയല്ലേ ഇത് ഈ കിടക്കുന്നത്? 2 മൈനസ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ ബ്രാക്കറ്റ് ഇടണം, കാരണം ഈ ഒരു മൈനസ് ഇത് ഈ ഒരു ടേമിന് ഫുള്ളായിട്ട് കോമൺ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ബ്രാക്കറ്റ് ഇടണം, മൈനസ് ഇട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്ത സ്റ്റെപ്പിലുള്ളത് നമ്മൾ ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റ് ഉള്ളത്. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിയേ, ഇവിടെ 2 മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇല്ലേ ഇവിടെ, അവിടെ ഈ 2 മൈനസ് കൂടി ഉണ്ടാകും, പ്ലസ് ആവും. അതാണ് ഈ പ്ലസ് വന്നേക്കുന്നത്. ഈ പ്ലസ് കിട്ടിയേക്കുന്നത് ഈ പുറത്ത് കിടക്കുന്ന 2 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മൈനസും അതുപോലെ ഇവിടെ കിടക്കുന്ന ഈ ഒരു മൈനസും കൂടി എന്താവും? ഇവിടെ എന്താവും? പ്ലസ് ആയി മാറും. ഓക്കെ, നമുക്ക് 2 മൈനസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇപ്പോൾ നോക്കി, ഇവിടെ ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു എന്ത് വരും? 2 മൈനസ് 1 എന്താ? 1 അല്ലേ? അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് നോക്കിയും 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് ഇല്ല, ഒരു ഇമേജ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഒരു cos 2 തീറ്റയുടെ ഇക്വേഷൻ നോക്കി കാണാം. cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇക്വേഷനിൽ cos 2 തീറ്റയുടെ ഇക്വേഷൻ ഉണ്ട്. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? അതല്ലേ cos 2 തീറ്റയുടെ ഇക്വേഷൻ? cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതെന്തായിരിക്കും? അപ്പം ഇതെന്ന് പറയുന്നത് cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ cos 2 തീറ്റയുടെ റിവേഴ്സ് എന്ത് വരും? 1 ബൈ cos 2 തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും.
അല്ല, അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു എന്ത് വരും? ഇപ്പം ഈ 1 + tan സ്ക്വയർ തീറ്റ ബൈ 1 - tan സ്ക്വയർ തീറ്റ എന്ത് വരും? 1/cos2 തീറ്റ. കാരണം cos2 തീറ്റയുടെ നേരെ റിവേഴ്സാണ് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളതിന് എന്ത് ചെയ്തു? അപ്പം എന്ത് ചെയ്തു? 1/cos2 തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്കറിയാം എന്താ 1/cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് തീറ്റ അല്ലേ? സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/cos തീറ്റയാണ്. അങ്ങനെയെങ്കിൽ 1/cos2 തീറ്റ എന്ത് വരും? സീക്ക് 2 തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? നമുക്ക് ആ 1 + tan 2 തീറ്റ ഇൻറ്റു tan തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് 2 തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് തന്നെ ആൻസർ കിട്ടിയില്ലേ? ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് cos 3a + cos a ഡിവൈഡഡ് ബൈ sin 3a - sin a ഈക്വൽ ടു cot a. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്താ? cos 3a + cos a ഡിവൈഡഡ് ബൈ sin 3a - sin a. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയാണ്? cos 3യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. cos 3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4cos³ a - 3cos a. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ആ ഇമേജിൽ ഏറ്റവും താഴത്തായിട്ടുണ്ട് sin 3യുടെ വാല്യൂ, അതുപോലെ cos 3യുടെ ഇക്വേഷൻ രണ്ടും താഴത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഈ cos 3യുടെ വാല്യൂ ഈ sin 3യുടെ വാല്യൂ ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും നോക്കിയേ? cos 3യുടെ വാല്യൂ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അതുപോലെ sin 3യുടെയും കൊടുക്കുമ്പോൾ എന്ത് വരും? cos 3 എന്ന് പറഞ്ഞാൽ എന്താ? cos 3 എന്ത് വരും? 4cos³ a - 3 sin a 3 cos a. പിന്നെ ഈ കിടക്കുന്ന കോസ് നമ്മൾ അതുപോലെ എഴുതി. അതുപോലെ ഡിവൈഡഡ് ബൈ sin 3 എന്ത് വരും? 3 sin a - 4 sin³ a മൈനസ് ഈ സൈൻ എന്ത് കൊടുത്തു? അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വരുന്നത്, അപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു -3 cos a ഇവിടെ ഒരു -3 cos a ഉണ്ട്, ഇവിടെ ഒരു +3 cos a ഉണ്ട്. അപ്പം -3 ഒരു -3 cos a ഒരു +3 cos a പോവുകയാണ്. അപ്പോൾ എന്ത് വരും? ഒരു മൈനസും ഉണ്ട്, ഒരു പ്ലസ്സും ഉണ്ട്. അപ്പം വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമല്ലേ. അപ്പോൾ എന്ത് വരും? അവിടെ ഒരു ഇതെന്താവും? ഈ -3 cos a + cos a എന്താവും? -2 cos a ആവും. അതുപോലെ ഇവിടെ നോക്കിയേ, ഒരു 3 sin a ഉണ്ട്, ഇവിടെ ഒരു -sin a ഉണ്ട്. അപ്പം 3 - 1 എന്താ? 3 sin a നിന്ന് ഒരു sin a പോവുകയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താവും? +sin a, ഒരു +2 sin a എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്താവും? ഈ ഒരു സ്റ്റെപ്പ് എന്താവും? ഒരു -2 cos a ആവും. അതുപോലെ ഈ ഒരു ടേമും ഈ ഒരു ടേമിനെയും കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 sin a എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. നോക്കി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടി? ആ 4cos³ അതുപോലെ തന്നെ നിർത്തി -3 cos a + cos a എന്താവും? -2 cos a എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ 2 sin a, അതെങ്ങനെ കിട്ടിയത്? ഒരു 3 sin a ഉണ്ട്, അതുപോലെ ഒരു -sin a ഉണ്ട്. അപ്പോൾ അതുവഴി എന്ത് കിട്ടും? നമുക്ക് 2 sin a എന്ന് പറഞ്ഞ് കിട്ടി. മൈനസ് ആ 4 sin³ അതുപോലെ എഴുതി. ഇപ്പം നിങ്ങൾ ഈ ന്യൂമറേറ്റർ നോക്കുക. ഇവിടെ നോക്കിയേ, ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിയേ, ഇവിടെ എന്താ? 4cos³ a - 2 cos a ആണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ടേമിൽ നമ്മൾ 2 കോമൺ ആയിട്ട് എടുത്തു. കാരണം നോക്കിയേ, ഇവിടെ 4 ഇല്ല ഫസ്റ്റ് ടേമിൽ. ഫസ്റ്റ് ടേമിൽ എന്താ? ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ ഈ ഒരു 4ൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി നോക്കിയേ, ഇവിടെയും cos a ഉണ്ട്, ഇവിടെയും cos a ഉണ്ട്. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു cos a പുറത്തെടുത്തു. അപ്പം 2 cos എന്ന് പറഞ്ഞ് നമ്മൾ ടേം പുറത്തെടുത്തു. ബാക്കി നോക്കിയാൽ ഈ ഒരു ടേമിൽ നോക്കിയാൽ 4cos³ a നിന്ന് ഒരു 2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ബാക്കി പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു 2 കൂടി ഉള്ളൂ. ആ 2 നമ്മൾ അതുപോലെ എഴുതി. പിന്നെ ഈ cos³ a നിന്ന് ഒരു cos a പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എത്ര എണ്ണം ഇടും? 2 cos അല്ലേ ഉള്ളൂ. അപ്പം ആ cos² അതുപോലെ എഴുതി. മൈനസ് ഈ 2 cos a അല്ലേ പുറത്തെടുത്ത്. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? 1 മാത്രം. കാരണം 2 cos a പുറത്തെടുത്ത ബാക്കി പിന്നെ അവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞ് എഴുതി. ഡിവൈഡഡ് ബൈ, ഇനി താഴത്തെ ടേം നോക്കിയേ, ഇവിടെ 2 sin a ഉണ്ട്, അതുപോലെ ഇവിടെ 4 sin³ a ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 2 പുറത്തെടുത്തു, അതുപോലെ ഈ 4ൽ നിന്നും എന്താ? ഒരു 2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? നമ്മൾ ആ 2 പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ ഒരു sin a ഉണ്ട്, ഇവിടെ ഒരു sin³ a ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിടത്തുനിന്നും, കാരണം sin³ a എന്ന് പറഞ്ഞാൽ എന്താ? sin a × sin a × sin a അല്ലേ sin³ a. അപ്പോൾ നമ്മൾ അതൊന്നും ഒരു sin a പുറത്തെടുക്കുകയാണ്. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ബാക്കി 2 sin a ഇവിടുന്ന് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 അല്ലേ. മൈനസ് ഇവിടെ 4ൽ നിന്ന് ഒരു 2 പുറത്തെടുത്ത് ബാക്കി എന്താ ഉള്ളത്? 2 ആണുള്ളത്. sin³ a നിന്ന് ഒരു സൈന് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താവും? sin². 2 sin അല്ലേ ഉള്ളൂ. sin² a എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ഈ അടുത്ത് കിടക്കുന്നത്. 2 cos a ബ്രാക്കറ്റിട്ട് 2 cos² a - 1 ഹോൾ ഡിവൈഡ് ബൈ താഴെ 2 sin a പുറത്തെടുത്ത് എന്ത് വരും? 1 - 2 sin² a എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നോക്കിയും അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, നമ്മുടെ ഈ 2ഉം കട്ടായി പോവും. ബാക്കി cos a ഇൻറ്റു നോക്കിയേ, ഈ 2 cos² a - 1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ cos 2യുടെ ഇക്വേഷനാണ് എന്ത്? ഈ 2 cos² a - 1 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ sin a അതുപോലെ എഴുതി, ഇൻറ്റു
1 മൈനസ് 2 സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, അത് കോസ് 2യുടെ ഇക്വേഷനാണ്. കോസ് 2യുടെ ഇക്വേഷനാണ് എന്ത്, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എയും അതുപോലെ 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ആ മുന്നത്തെ ആ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, അത് രണ്ടും കോസ് 2 ആണ്. അപ്പോൾ നോക്കിയാൽ ഈ ഒരു കോസ് 2യും കട്ട് ചെയ്ത് പോകും, ഈ ഒരു കോസ് 2യും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്, കോസ് എ ബൈ സൈൻ എ അല്ലേ. കോസ് എ ബൈ സൈൻ എ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താ, കോട്ട് തീറ്റയല്ല. അപ്പം കോസ് എ ബൈ സൈൻ എ എന്ത് വരും, കോട്ട് എ എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. എന്താ, പ്രൂവ് ദാറ്റ് സൈൻ 3x ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3x ബൈ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്കറിയാം സൈൻ 3xൻ്റെ വാല്യൂ അതുപോലെ ഇക്വേഷനും അതുപോലെ കോസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോസ് 3xൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ LHS ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി സൈൻ 3x എന്ത് വരും, സൈൻ 3x എന്ന് പറഞ്ഞാൽ എന്താ, 3 സൈൻ എക്സ് മൈനസ് ഈ സൈൻ 3x ഈ ഒരു ടേമാണിത്. സൈൻ 3xൻ്റെ ഇക്വേഷൻ എന്താ, 3 സൈൻ എക്സ് മൈനസ് കോസ് 4 സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് ഇവിടെ എന്ത് വരും, കോസ് 3x ബൈ കോസ് എക്സ് എന്ത് വരും, 4 സൈൻ ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മളിവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്കിയും ഈ ഒരു ടേം ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്താ, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ ക്യൂബ് എക്സ് ഇല്ല. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഫാക്ടർ സൈൻ എക്സ് അല്ലേ. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള സൈൻ എക്സ് നമ്മൾ പുറത്തെടുത്തു. ബാക്കി ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്, ഇവിടെ നോക്കിയാൽ ഇവിടെ എന്ത് വരും, ബാക്കി 3 ആണുള്ളത്. 3 മൈനസ് 4 ഇൻറ്റു ഇവിടെ സൈൻ ക്യൂബ് എക്സ് അല്ലേ, സൈൻ ക്യൂബ് എക്സ് എന്നുള്ള സൈൻ എക്സ് പോയ ബാക്കി എന്താ ഉള്ളത്, സൈൻ സ്ക്വയർ എക്സാണ് ഉള്ളത്, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് ഇവിടെ നോക്കി ഇവിടെ ഈ ഒരു സെക്കൻഡ് ടേം ഈ ഒരു ടേബിൾ നമ്മൾ എന്താ ഇതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ കോസ് എക്സ് അല്ലേ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കോസ് എക്സ് പുറത്തെടുത്ത് ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് എന്താ 3 കോസ് എക്സ് അല്ലേ. അപ്പം എന്ത് വരും, 3 ആവുള്ളൂ, കാരണം കോസ് എക്സ് പുറത്തെടുത്തു, ഡിവൈഡഡ് ബൈ കോസ് എക്സ്. നോക്കി ഈ സൈൻ എക്സും കട്ടായി പോവും, ഈ കോസ് എക്സും കട്ടായി പോവും. ബാക്കി അവിടെ എന്താ ഉള്ളത്, ആ രണ്ടും കണ്ടോ, ഈ ഒരു സൈൻ എക്സും ആ ഒരു സ്റ്റെപ്പാണിത്. ഇവിടെ നിന്ന് ഈ ഒരു സൈൻ എക്സും കട്ടായി പോകും, ഈ ഒരു കോസ് എക്സും കട്ടായി പോകും. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, 3 മൈനസ് 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് ആ ബ്രാക്കറ്റ്, കാരണം ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇടണം, കാരണം മൈനസ് അവിടെ പുറത്തുള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ ഇനി ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, 3 മൈനസ് 4 സൈൻ സ്ക്വയർ എക്സ്, ഈ ഒരു മൈനസ് ആണ് എന്താ ഈ ഒരു കിടക്കുന്നത്. ഇനി നോക്കിയേ, ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് എന്ത് വരും, ഈ രണ്ട് മൈനസും കൂടി എന്താവും ഇവിടെ എന്താവും പ്ലസ് ആയി വരും, കാരണം മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പ്ലസ് അല്ലേ. അപ്പോൾ എന്ത് വരും, ഇവിടെ +3 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ ഈ ഒരു 3 ഉണ്ട്, ഈ ഒരു 3യും കൂടി എന്തായിരിക്കും 6 ആയില്ലേ. 6 മൈനസ് ഇവിടെ ഒരു -4 സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ ഒരു -4 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു -4 ഉണ്ട്. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു -4 കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, സൈൻ സ്ക്വയർ എക്സ്. ഈ ഇവിടുന്ന് -4 പോയില്ലേ, അപ്പം ഇവിടുന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ പ്ലസ് ആണുള്ളത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, കോസ് സ്ക്വയർ എക്സ് അല്ലേ. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 എടുത്തു, ഈ ഒരു 3 എടുത്തു, പിന്നെ ഇവിടുന്ന് ഒരു -4 എടുത്തു, ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഈ ഒരു ടൈമിൽ നിന്ന് രണ്ടിടത്ത് നിന്ന് -4 കോമൺ ആയി പുറത്തെടുത്ത് ബാക്കി ഇവിടെ എന്താ ഉള്ളത്, ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഇത് നമുക്കറിയാം എന്താ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ല. അപ്പോൾ ഇത് എന്ത് വരും, ഈക്വൽ ടു 6 മൈനസ് 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എന്താ 6 മൈനസ് 4 ഈക്വൽ ടു എന്താ 2. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്, 2 എന്നല്ലേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ. നമുക്ക് എന്താ ചെയ്യണം, അതുപോലെ എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, സൈൻ 3x ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3x ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 2 എന്നല്ലേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് എന്ത് കിട്ടി, അത് 2 എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. എന്താ, പ്രൂവ് ദാറ്റ് കോട്ട് എ മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് ടാൻ എ ഈക്വൽ ടു കോസ് 2 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, LHS സൈഡ് കൺസിഡർ ചെയ്യുക. LHS സൈഡ് ഏതാ, കോട്ട് എ മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് ടാൻ എ. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ. അതുപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പം ഈ ഇക്വേഷൻസ് ഈ കോട്ടയ്ക്ക് എന്ത് ചെയ്യാം, ഈ കോസ് എ ബൈ സൈൻ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. അതുപോലെ ഈ ടാൻ എക്ക് എന്ത് കൊടുക്കുക, സൈൻ എ ബൈ കോസ് എന്നുള്ള ഇക്വേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഫസ്റ്റ് LHS സൈഡ് നമ്മളൊന്ന് മാറ്റുകയാണ്.
കണ്ടോ, കോട്ട് എക്ക് എന്ത് കൊടുത്തു? കോസ് എ ബൈ സൈൻ എ കൊടുത്തു. അതുപോലെ ആ ടാനിന് എന്ത് കൊടുത്തു? സൈൻ എ ബൈ കോസ് എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്താ? കോസ് എ, ഈ ഒരു ന്യൂമറേറ്റർ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാം. എന്ത് വരും? കോസ് എ ബൈ സൈൻ എ മൈനസ് സൈൻ എ ബൈ കോസ് എയിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇതല്ല. അപ്പോൾ എന്ത് വരും? കോസ് എ ഇൻറ്റു കോസ് എ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ എ എന്താ? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ, താഴത്തെ രണ്ട് സൈൻ എ ഇൻറ്റു കോസ് എ, സൈൻ എ ഇൻറ്റു കോസ് എ. അതുപോലെ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി താഴത്തെ ഈ ഒരു ടൈം നോക്കിയേ, കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. ആ ഒരു ടൈം എന്ത് വരും? ആ ഒരു ടൈം ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് എ ബൈ എന്ത് വരും? ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എന്താ? സൈൻ എ ഇൻറ്റു, നമ്മൾ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ടൈമാണ് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് എ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് എ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സൈൻ എ കോസ് എ ഉണ്ട്, ഇവിടെ ഒരു സൈൻ എ കോസ് എ ഉണ്ട്. അത് രണ്ടാം കൂടി കട്ട് ചെയ്ത് കളയും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ആ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ട് ഡിവൈഡഡ് ബൈ, പിന്നെ എന്താ ഉള്ളത്? ഈ ഒരു കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ അല്ലേ ഉള്ളത്? കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കോട്ട് എ മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് ടാൻ എ എന്താ? കോസ് 2 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നോക്കിയേ, ഈ ഒരു കോസ് എ പ്ലസ് സൈൻ, കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? 1 അല്ലേ? അപ്പം ആ ടൈം എന്തായിരിക്കും? ആ ഒരു ടൈം എന്ത് വരും? ആ കോസ് സ്ക്വയർ എ പ്ലസ് ഈ ഒരു ടൈം കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്നുള്ള ഈ ഒരു ടൈം എന്താവും? 1 ആയി പോകും. ബാക്കി ഇവിടെ എന്താ? ഈ ഡിനോമിനേറ്റർ 1 ആവും. ബാക്കി എന്താ ഉള്ളത്? ന്യൂമറേറ്റർ. കാരണം കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ബൈ 1 എന്താ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ തന്നെയല്ല. അപ്പോൾ എന്ത് വരും ആ ടൈം? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. കാരണം കോസ് സ്ക്വയർ തീറ്റ ഈ താഴത്തെ ടൈം എന്താവും? 1 ആയി പോകും. കാരണം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? 1 ആണ്. അങ്ങനെയെങ്കിൽ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ എന്ത് വരും? 1 ആയി പോകും. ഇത് നോക്കിയേ, നമുക്ക് എന്ത് കിട്ടി? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? കോസ് സ്ക്വയർ എ മൈനസ്, ഇനി കോസ് 2യുടെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ. കോസ് 2യുടെ ഇക്വേഷനിൽ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 2a തന്നെ അല്ലേ? കോസ് 2യുടെ ഒരു ഇക്വേഷനാണ് എന്ത്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ? കോസ് സ്ക്വയർ എ, അപ്പോൾ അതെന്താ? കോസ് 2a എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്? കോട്ട് ബൈ ടാൻ, കോട്ട് എ മൈനസ് ടാൻ എ ബൈ കോട്ട് എ പ്ലസ് ടാൻ എ എന്താ? കോസ് 2a എന്നാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് ആണ്, പ്രൊഡക്റ്റ് ഫോർമുല. അപ്പോൾ നമ്മൾ എന്താ സൈൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ എന്താ സൈൻ അങ്ങനെ കുറച്ച് ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഫോർമുല വെച്ചാൽ സൈൻ എ പ്ലസ് സൈൻ ബി അങ്ങനെയുള്ള ഫോമിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഇക്വേഷനാണ് ഇഫ് സി ആൻഡ് ഡി ആർ എനി 2 ആംഗിൾസ്. സിയും ഡി എന്ന് പറയുന്നത് 2 ആംഗിൾസ് ആണെങ്കിൽ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ത് വരും? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇതുപോലെ തന്നെ എന്താ? സൈൻ സി മൈനസ് സൈൻ ഡി, അതുപോലെ കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി മൈനസ് കോസ് ഡി. അപ്പം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യണം. നമ്മൾ മുന്നേ എന്താ നമ്മൾ പറഞ്ഞു ടാൻ എ മൈനസ് ബി എന്നൊക്കെ വെച്ച് പറഞ്ഞത്. ടാൻ എ മൈനസ് ബി എന്താ? ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇനി എന്താ അതുപോലെ തന്നെ സൈൻ സി പ്ലസ് സൈൻ ഡി. നമ്മളവിടെ സൈൻ സി എ പ്ലസ് ബി എന്നല്ലേ പറഞ്ഞു, ഇവിടെ സൈൻ സി പ്ലസ് സൈൻ ഡി. ഇപ്പോൾ 2 ആംഗിളുകൾ തമ്മിലുള്ള ആഡിങ്ങിന് ഇതാണ് വരുന്നത്. അതിൻ്റെ ഇക്വേഷനാണിത്. അതുപോലെ തന്നെ എന്താ? മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും? അതാണ് കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുല. അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾ ഈ 8 ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഏതാണ്? ഇതുപോലെ എ ആൻഡ് ബി ആർ എനി 2 ആംഗിൾസ്. എയും ബിയും 2 ആംഗിൾസ് ആണെങ്കിൽ സൈൻ എ ഇൻറ്റു കോസ് ബി എന്താ? 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ആ 1/2 എന്ന് പറയുന്നത് എന്താ? ഈ സൈൻ എ പ്ലസ് ബിക്ക് ഈ ഒരു 1/2 എന്ന് പറയുന്നത് എന്താ? ഇത്രയും ടേമിന് എന്താ? കോമൺ ആണ്. ഇവിടെ നോക്കി. അതുപോലെ തന്നെ ഈ സെക്കൻഡ് 1/2 ഈ സൈൻ എ പ്ലസ് ബി. കാരണം ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ നിങ്ങളിങ്ങനെ മറക്കരുത്, വലുതായിട്ട് ബ്രാക്കറ്റ് ഇട്ട് വെക്കണം കേട്ടോ. അതുപോലെ എന്താ? സൈൻ എ ഇൻറ്റു സൈൻ ബിക്ക് എന്താ? ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പം മൈനസ് ഇൻറ്റു ഇങ്ങനെയെന്ന് പറഞ്ഞ് കിട്ടാം. ബ്രാക്കറ്റൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇടണം. കാരണം ആ 1/2 എന്ന് പറയുന്നത് ആ ഫുൾ ടേമിന് എന്താണ്? 1/2 കോമൺ ആണ്. അപ്പോൾ അങ്ങനെ ബ്രാക്കറ്റൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഇക്വേഷൻ, അപ്പം അല്ലെങ്കിൽ സൈൻ എ പ്ലസ് സൈൻ ബി, അപ്പം അത് ഏതായാലും കുഴപ്പമില്ല, അത് പഠിക്കണം. അതുപോലെ കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുല എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ, 2 ആംഗിൾ തമ്മിൽ സൈൻ എ ഇൻറ്റു കോസ് ബിയുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം.
ഓക്കെ, ഇപ്പം ഇനി ഇത് വെച്ച് നമുക്കൊന്ന് പ്രോബ്ലം ചെയ്യാം. ഇത് വെച്ചുള്ള പ്രോബ്ലമാണ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ഇത് വെച്ചിട്ടുള്ളത്. സൈൻ 4θ പ്ലസ് സൈൻ 2θ. സൈൻ 4θ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താ, സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ പറഞ്ഞായിരുന്നു. സൈൻ സി പ്ലസ് സൈൻ ഡി എന്താ, സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താ 4θ ആണ് അല്ലേ, കാരണം സൈൻ സി പ്ലസ് സൈൻ ഡി എന്നല്ലേ. അപ്പം ഇവിടെ എന്ത് വരും, സി എന്ന് പറഞ്ഞാൽ എന്താ 4θ ആണ്, അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താ 2θ ആണ്. അപ്പോൾ എന്ത് വരും, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, കുറേ ഇക്വേഷൻ ഉണ്ട് നമ്മളവിടെ. എന്താ സൈൻ സി പ്ലസ് സൈൻ ഡി ഉണ്ട്, അതുപോലെ എന്താ സൈൻ സി മൈനസ് സൈൻ ഡി ഉണ്ട്. അപ്പം ഇവിടെ ഏത് ഫോമിലാണ്, സൈൻ സി പ്ലസ് അല്ലേ, സൈൻ സി രണ്ടും സൈൻ്റെ ടൈമിലാണ്. അപ്പം സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം സൈൻ സി പ്ലസ് സൈൻ സി പ്ലസ് സൈൻ ഡി എന്താ 2 സൈൻ സി പ്ലസ്, അതിൻ്റെ ഇക്വേഷനാണ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ സി എന്ന് പറഞ്ഞാൽ 40 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ 4θ പ്ലസ് സൈൻ 2θ എന്ത് വരും, 2 സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താ 4θ അല്ല. അപ്പോൾ എന്ത് വരും, 4θ പ്ലസ് 2θ ഡിവൈഡഡ് ബൈ 2, ഇത്രയും ടൈമിനെ ബൈ 2 ഉള്ളൂ, ഇൻറ്റു കോസ് എന്ത് വരും, സി മൈനസ് ഡി അല്ലേ, സി എന്ന് പറഞ്ഞാൽ എന്താ 4θ അല്ലേ, 4θ മൈനസ് 2θ ബൈ 2 അല്ലേ. നോക്കിയേ, സൈൻ 4θ പ്ലസ് സൈൻ 2θ എന്ത് വരും, 2 സൈൻ 4θ പ്ലസ് 2θ ബൈ 2 ഇൻറ്റു കോസ് 4θ മൈനസ് 2θ ബൈ 2. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 4θ, അതുപോലെ ഡി എന്ന് പറയുന്നത് 2θ ആണ്. നമ്മൾ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്തത്. ഇനി എന്ത് വരും, ഇവിടെ നോക്കിയാൽ ഈ സ്റ്റെപ്പ് ഈക്വൽ ടു ഇതൊരു 2 സൈൻ 4θ പ്ലസ് 2θ എന്ത് വരും, 4θ പ്ലസ് 2θ എന്ത് വരും, 4 പ്ലസ് 2 എന്താ 6 അല്ലേ. അപ്പം എന്ത് വരും, 4θ പ്ലസ് 2θ എന്ത് വരും, 6θ ബൈ 2 ഇൻറ്റു കോസ് 4θ മൈനസ് 2θ. അപ്പം 4 നിന്ന് 2 പോയ എത്രയും, ബാക്കി 2 അല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് വരും, 2θ ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, ഈ ഒരു 6θ, ഈ 6θ ബൈ 2 അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോകും, ബാക്കി ഇതൊരു 3θ വരും. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി, ബാക്കി ഇവിടെ എന്ത് വരും, വെറും θ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ എന്ത് കിട്ടി, 2 സൈൻ 3θ ഇൻറ്റു കോസ് θ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ആൻസർ ഇതാണ് 2 സൈൻ 3θ ഇൻറ്റു കോസ് θ. ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ എന്താ, ഏത് ഫോമുല കിടക്കുന്നത്, സൈൻ സി പ്ലസ് ഡി, അതുപോലെ സൈൻ സി മൈനസ് ഡി, അതുപോലെ കോസ് സി പ്ലസ് ഡി, കോസ് സി മൈനസ് ഡി, അങ്ങനെ ഏത് ഫോമുല കിടക്കുന്നത് നോക്കുക. ആ ഇക്വേഷൻ വെച്ച്, അപ്പം സിയും ഡിയും എന്താണെന്ന് ഫസ്റ്റ് നോക്കുക, അതുപോലെ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യാം, അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യാം. അതുപോലെ തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനാണ് കോസ് 65 പ്ലസ് കോസ് 15. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ, രണ്ടും കോസിലേ കിടക്കുന്നത്. ഇപ്പം കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ഫോമിലല്ലേ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താ 65 ആണ്, സി ഈക്വൽ ടു എന്താ 65 ആണ്, അതുപോലെ ഡി ഈക്വൽ ടു എന്താ 15 ആണ്. അപ്പോൾ എന്താ കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ഫോമിൽ. അപ്പം കോസ് സി പ്ലസ് കോസ് ഡി എന്താ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 ആണ്. എന്താ ചെയ്യുക, ആ ഇക്വേഷൻ നിങ്ങളുടെ അപ്ലൈ ചെയ്യുകയാണ്. കോസ് സി പ്ലസ് കോസ് ഡിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സി എന്ന് പറഞ്ഞാൽ എന്താ 65 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ എന്ത് വരും, ഇപ്പം ഇവിടെ നമ്മൾ ഇവിടെ അവിടെ തീറ്റയ്ക്കൊക്കെ പകരം ഇവിടെ എന്താ 4θയ്ക്കൊക്കെ പകരം ഇവിടെ 65 15 ആണ്. അപ്പോൾ എന്ത് വരും, സി പ്ലസ് ഡി ബൈ 2 എന്ത് 65 പ്ലസ് 15 ബൈ 2 വരും. അതുപോലെ സി മൈനസ് ഡി ബൈ 2 എന്ത് 65 മൈനസ് 15 ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 65 പ്ലസ് 15 എന്താ 80 പറഞ്ഞു, 80 ബൈ 2 ഇൻറ്റു കോസ്, അതുപോലെ 65 മൈനസ് 15 എന്ത് വരും, 50 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നോക്കിയാൽ 80 ബൈ 2, ഇപ്പം ഈ ഒരു സ്റ്റെപ്പിൽ ഈ 80 ബൈ 2 എന്ത് വരും, 40 എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ 50 ബൈ 2 എന്ത് 25 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും, ഈക്വൽ ടു 2 കോസ് 80 ബൈ 2 എന്താ 40 ഇൻറ്റു കോസ് 50 ബൈ 2 എന്താ 25 ആണ്. എളുപ്പമുള്ള ഒരു ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ആ ഇക്വേഷൻ കിട്ടിയാൽ മതി. കോസ് സി, ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ സൈൻ സി പ്ലസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി, ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. സിയും ഡിയും ഒക്കെ നമ്മൾ ഓൾറെഡി കോഴ്സ് നമുക്ക് കിട്ടുമല്ലോ അതിന് തന്നെ. അപ്പോൾ ആ ഇക്വേഷൻ കൊടുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ.